കാശ്മീരിൽ ഭരണം പിടിക്കാൻ. ജമ്മു കാശ്മീരിലെ 86 നിയമസഭാ സീറ്റുകളുടെ ലീഡ് നില 41 ഇന്ത്യ സഖ്യം വന്നിരിക്കുകയാണ്. പക്ഷേ ബിജെപി 28 ചുരുങ്ങിയിട്ടുണ്ട്. ബിജെപി പക്ഷേ ഹരിയാനയിൽ 54-22. ഹരിയാനയിൽ ഇനിയൊരു തിരിഞ്ഞുനോട്ടമില്ല കോൺഗ്രസിന്. അവിടെ എന്തായാലും കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞു. 54 വലിയ ലീഡാണ്. ജമ്മു കാശ്മീരിൽ നോക്കുക, 41 ഇന്ത്യ സഖ്യം, ബിജെപി 28, PDP 5 സീറ്റിൽ. പക്ഷേ ആ 12 വേണമെങ്കിൽ ബിജെപിക്ക് ഒപ്പം കൂട്ടാം. പക്ഷേ ഈ 12 കൂടുമ്പോൾ പോലും അത് 40-ലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. രാകേഷ് ഉണ്ട്. രാകേഷ്, ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ വളരെ കൗതുകകരമാണല്ലോ കാര്യങ്ങൾ. എന്തായാലും ജമ്മുവിലെയും കശ്മീർ മേഖലയിലെയും രണ്ടിടങ്ങളിലെയും ഫലസൂചനകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ആർക്കാണ് മേൽക്കൈ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു. 41-28 എന്ന് പറയുമ്പോൾ നെക്കാൻ നെക്കെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇന്ത്യ സഖ്യത്തിനാണ് ലീഡ്. പക്ഷേ 12 എന്നുള്ള അതേഴ്സ് ഉണ്ടല്ലോ, അതിലാണല്ലോ ബിജെപിയുടെ പ്രതീക്ഷ. എങ്ങനെയാണ് ഇപ്പോൾ ഈ ആദ്യ മണിക്കൂറിൽ വിലയിരുത്താൻ കഴിയുന്നത്? മഞ്ജുഷ്, അഭിലാഷ്, ഇപ്പോൾ 90 മണ്ഡലങ്ങളിൽ 86 മണ്ഡലങ്ങളിലെ ലീഡ് നിലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ പ്രകാരം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് ലീഡുണ്ട്, ആധിപത്യമുണ്ട്. 41 സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുന്നു. BJP 28 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ, മഞ്ജുഷും അഭിലാഷ് സൂചി പോലെ നിർണായകമാകാൻ പോകുന്ന മറ്റുള്ളവർ 12 ഉണ്ട്. PDP 5 ഉണ്ട്. നിലവിലെ കണക്ക് പ്രകാരം PDP ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അവിടെ സർക്കാർ രൂപീകരിക്കാം. കാരണം 46 എന്ന കണക്കിലേക്ക് എത്തും. 46 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഈ സഖ്യത്തിന്റെ ഭാഗമാകാതിരിക്കാൻ, PDP സഖ്യത്തിന്റെ ഭാഗമാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നാഷണൽ കോൺഫറൻസിന്റെ എതിർപ്പായിരുന്നു. കോൺഗ്രസിന് PDP സഖ്യത്തിന്റെ ഭാഗമാക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ താഴ്വരയിൽ ഈ 2 പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതുകൊണ്ട് തന്നെ അവർ ഈ സഖ്യത്തിൽ വേണ്ട നിലപാട് നാഷണൽ കോൺഫറൻസ് സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഫാറൂഖ് അബ്ദുള്ള PDPയുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. PDPയും ദേശീയ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 പാർട്ടികളും, ഈ 3 പാർട്ടികളും കൈകൊടുക്കുകയാണെങ്കിൽ 46 എന്ന ഫിഗറിലേക്ക് എത്താവുന്ന ഒരു നമ്പറിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതല്ല, ഇതിൽ നിന്ന് വീണ്ടും സീറ്റുകൾ കുറയുകയാണെങ്കിലാണ് ഈ പറയുന്ന അതേഴ്സ് വലിയ ഫാക്ടർ ആവാൻ പോകുന്നത്. അവിടെ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ഒപ്പം എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുണ്ട്. അവരൊക്കെ ഇതിൽ നിർണായകമാകും. ഏതായാലും ഇപ്പോൾ 86 സീറ്റുകളിലെ കണക്കുകൾ അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ 41 സീറ്റുകളിൽ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് ലീഡുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്പം മുമ്പ് ഒമർ അബ്ദുള്ള പറഞ്ഞതുപോലെ അവർക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെ കൂടുതലാണ്. പക്ഷേ ഇത് പറയുന്നത് കുറച്ച് നേരത്തെയായി പോകും. ഇനിയും പക്ഷേ ഇപ്പോഴത്തെ കണക്ക് വയ്ക്കുമ്പോൾ രാകേഷ് പറഞ്ഞത് ശരിയാണ്. 41 കോൺഗ്രസ് പ്ലസ് NC, 5 PDP. അങ്ങനെ ഇവർ രണ്ടും കൂടി കഴിഞ്ഞാൽ 46 എന്നുള്ള മാജിക് ഫിഗർ ആയി. BJP 28 സീറ്റുകൾ എന്നുള്ളതാണ്. അത് ജമ്മു മേഖലയിലാണ് 28 സീറ്റുകളും. BJP ലക്ഷ്യം വെക്കുന്നത് 35 BJPക്ക് 35-ലേക്ക് വരാൻ സാധിച്ചില്ല എങ്കിൽ BJPക്ക് ഈ മറ്റുള്ളവരുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ഈ 5 നോമിനേറ്റഡ് അംഗങ്ങൾ വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ കണക്ക് വെച്ച് പക്ഷേ ഇതിൽ നിന്ന് കോൺഗ്രസും NCയും പുറകോട്ട് പോകരുത്, PDPയും പുറകോട്ട് പോകരുത്. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, 4 സീറ്റുകളിലെ ലീഡ് നില വരാൻ